മുഹമ്മദ് ആഷിഖ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ആഷിഖ്, എന്താണ് അവിടെ നടക്കുന്നത്? ഏതാണ്ട് 2 മണിക്കൂറായി സെക്രട്ടേറിയറ്റിന് മുന്നിലെ റോഡ് ഉപരോധിച്ചുകൊണ്ട് CPI റാങ്ക് ഹോൾഡേഴ്സ് സമരം നടത്തുകയായിരുന്നു. തങ്ങളുടെ 5 വർഷത്തിന് മുമ്പ് പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റിൽ 21% പേർക്ക് മാത്രമേ നിയമനം ലഭിച്ചിട്ടുള്ളൂ. ഭൂരിഭാഗം പേര് പുറത്തു നിൽക്കുകയായിരുന്നെന്ന് മറ്റുള്ളവർക്ക് കൂടി നിയമനം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സമരം 2 മണിക്കൂറോളം നീണ്ടു നിന്നപ്പോഴാണ് പോലീസ് ഇടപെടുന്നത്. വൻ പോലീസ് സന്നാഹം ഇതിനു മുൻപ് തന്നെ സജ്ജമായി ഇവിടെ ഉണ്ടായിരുന്നു. പോലീസ് ഇടപെട്ട് ആദ്യം സമരക്കാരുമായി ചർച്ച ചെയ്യുകയും ഇവിടെ നിന്ന് മാറിപ്പോകണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. പിന്നീടാണ് പോലീസ് ഇവരെ ബലം പ്രയോഗിച്ച് മാറ്റുവാനുള്ള ശ്രമം നടത്തിയത്. ആദ്യം പോലീസ് സമരക്കാരിൽ നിന്ന് ഏതാണ്ട് 10ഓളം പേരെ അറസ്റ്റ് ചെയ്ത് വാഹനത്തിലേക്ക് മാറ്റി അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം നടത്തി. ഈ വാഹനം തടഞ്ഞുകൊണ്ടാണ് സംഘർഷങ്ങൾക്ക് തുടക്കമാകുന്നത്. CPO ഈ സമരക്കാർ പോലീസ് അറസ്റ്റ് ചെയ്ത ആളുകളെയുമായി പോകുവാൻ തയ്യാറാക്കി നിർത്തിയ വാഹനം തടയുകയും തുടർന്ന് പോലീസും സമരക്കാരും തമ്മിൽ സംഘർഷം ഉണ്ടാവുകയും ചെയ്തു. ഇതേ തുടർന്ന് തൊട്ടപ്പുറേ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നിരാഹാര സമരം ഇരിക്കുന്ന യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ കൂടി ഇതിനിടയിലേക്ക് വരുന്നതോടെ സംഘർഷം കൂടുതൽ വിപുലമാവുകയായിരുന്നു. ഇപ്പോഴും സംഘർഷസമാനമായ സാഹചര്യം ഇവിടെ നിലനിൽക്കുകയാണ്. പോലീസും യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുകയുണ്ടായി. ബലം പ്രയോഗിച്ച് KSU പ്രവർത്തകരെ കൂടി നീക്കാൻ പോലീസ് ശ്രമിച്ചതോടെ വാക്കേറ്റമുണ്ടായി. ഇതിനിടയിൽ രാഹുൽ മാങ്കൂട്ടം അടക്കം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടം അടക്കം ഈ പോലീസുമായി സംസാരിക്കുവാനും സംഘർഷത്തിനിടയിലേക്ക് വരികയും ചെയ്തതോടെ സംഘർഷം കൂടുതൽ വഷളാവുകയാണ് ചെയ്തത്. ഇപ്പോൾ കൂടുതൽ പേരെ കൂടി അറസ്റ്റ് ചെയ്ത് നീക്കുവാനാണ് പോലീസ് ശ്രമിക്കുന്നത്. വലിയ വാഹനങ്ങളിൽ അറസ്റ്റ് ചെയ്ത് നീക്കുവാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. നേരത്തെ 10ഓളം പേരെ മാത്രമാണ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. ഏതാണ്ട് ഒരു 500-ലധികം സമരക്കാർ ഇവിടെ ഉണ്ട്. ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ മോട്ടോർ ഹെൽമെറ്റ് വെക്കാനോ മോട്ടോർ ഹെൽമെറ്റ് ആകാശത്തൊന്നും വരില്ലല്ലോ. അതിനുശേഷം മുഖത്തടിച്ചു. KSU പ്രസിഡന്റ് തലക്കടിച്ചു. ഞങ്ങൾ മാറ്റാൻ വന്നല്ലേ. നോക്ക ഇപ്പോഴും ഉണ്ടല്ലോ ഇവിടെ ആ മോട്ടോർ വാഹനത്തിന്റെ കൊണ്ട് ആ ഹെൽമെറ്റ് വെച്ചവൻ ഏത് ഡ്യൂട്ടിയുടെ നിങ്ങളെ ക്യാമറ ഒന്ന് പറഞ്ഞേ. ആ ഹെൽമെറ്റ് വെച്ചത് എങ്ങനെ പറഞ്ഞത്? ആ ഹെൽമെറ്റ് വെച്ചത് എങ്ങനെ പറഞ്ഞത്?
ഈ റാങ്ക് ഹോൾഡേഴ്സിന്റെ പേര് കേസ് ഉണ്ടാകാൻ പാടില്ല. അതില്ലല്ലോ, അത് ഉറപ്പാണല്ലോ. ആ റാങ്ക് ഹോൾഡേഴ്സിനെ വിളിക്കും. റാങ്ക് ഹോൾഡേഴ്സിന്റെ രണ്ട് പ്രതികൾ വിളിക്കും. പിന്നെ ആ മോട്ടോർ വാഹനത്തിന്റെ ബൈക്ക് ഓടിക്കാനല്ല അവൻ ഇറങ്ങിയത്. ബൈക്ക് ഓടിക്കുന്ന ഹെൽമെറ്റ് വെച്ചെടുത്തുന്നുണ്ട്. നോട്ടെ, തീർച്ചയായിട്ടും നമ്മൾ സ്ട്രിക്റ്റ് എന്തെങ്കിലും കാര്യം നമ്മൾ പരിശോധിക്കും. ഞങ്ങളുടെ സഹപ്രവർത്തകർ തല്ലുണ്ട്. അത് നിങ്ങളുടെ സമരത്തിന് വേണ്ടിയിട്ടാണ്. ഞങ്ങൾക്ക് ഇനിയും തല്ലുള്ള ഒരു പടിയില്ല. AC ഇപ്പോൾ പറയുന്നത് അവരുടെ പേരിൽ കേസില്ല. നിങ്ങളുടെ ഫ്യൂച്ചറിനെ എഫക്ട് ചെയ്യുന്ന തരത്തിൽ ഒരു കേസുമില്ല എന്ന് AC പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളൂടെ പറഞ്ഞാൽ നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കും. അതല്ലെങ്കിൽ നമ്മളിത് കണ്ടിന്യൂ. നിങ്ങൾക്ക് അത്രേ ഉള്ളല്ലോ, വേറെ ഇല്ലല്ലോ, വേറെ ഒന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ AC ഇതിൽ ഒരാളുടെ പേര് കേസുണ്ടാകാൻ പാടില്ല. അവർ സമരം തുടരും. അതുപോലെ തന്നെ ഞങ്ങളുടെ ഹെൽമെറ്റ്, ബൈക്ക് ഹെൽമെറ്റ് വെച്ചുകൊണ്ട് വന്നവരെ ഞങ്ങൾ അവന്റെ ഫുൾ ഡീറ്റെയിൽസ് തരാം. അവന്റെ ഫോട്ടോ ഉണ്ടല്ലോ, അവന്റെ ഫോട്ടോ ഉണ്ടല്ലോ, ഇത് പിടിച്ചു മാറ്റാൻ വന്നവരാ. ഞങ്ങളുടെ സമരത്തിൽ പ്രത്യക്ഷത്തില്ല. KSU പ്രസിഡന്റ് ഞാൻ പറയാം, 3 ദിവസം എന്നെ ഒരാൾ അടിക്കാൻ പിടിച്ചു. AC പറഞ്ഞിട്ടാ ഇടപെട്ട്. എന്നെ അടിച്ചു. ഒരുത്തൻ എന്നെ അടിച്ചു. KSU പ്രസിഡന്റിനെ 3 ദിവസമായിട്ട് നിരാഹാര. അവന്റെ നിലയ്ക്ക് അടിച്ചു. AC വിളിച്ചിട്ട് ഞങ്ങൾ വന്നേ. പ്രശ്നം ആ കുട്ടികളുടെ പേര് കേസുണ്ടാകാൻ പാടില്ല. ഞങ്ങൾ പറഞ്ഞ പരാതിയിൽ നടപടി ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ നമ്മൾ നിർവഹിച്ചോളൂ. നമ്മുടെ ആളുകൾ മാറും. പന്തലേക്കോ മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകാനായി തുടരുന്നുണ്ട് അവിടെ നിന്ന്. ആഷിഖ്, ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പോലീസുകാരുമായി സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്ത് തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്? നിയന്ത്രണ വിധേയമാണോ സാഹചര്യം?